നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ യൂറോ കപ്പ് മത്സരങ്ങൾ അവസാനിച്ച് സ്പെയിൻ കിരീടം ചൂടിയല്ലോ. ഒരു കണക്കെടുപ്പിൻ്റെ സമയമൊക്കെയാണ്. അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്, യൂറോയിലെ വിന്നേഴ്സ് ആരാണ്, ലൂസേഴ്സ് ആരാണ് എന്ന് പറയുമ്പോൾ ആര് ചാമ്പ്യന്മാരായി ആര് പൊട്ടി എന്നുള്ളതല്ല. യൂറോയിൽ മികവ് കാണിച്ച താരങ്ങൾ, മികവ് കാണിച്ച ടീം, കോച്ച് എല്ലാം പരിശോധിക്കാം. അതുപോലെ തന്നെ മോശമായവർ ആരാണ്, മിന്നിയതാര്, ഭംഗിയതാര്. ഇവ നമ്മൾ goal.com അതുപോലെ മറ്റു മാധ്യമങ്ങളുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രൂപത്തിലുള്ള നിരീക്ഷണങ്ങളും വിശകലനങ്ങളും ഒക്കെ നടത്തിയത് പരിശോധിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വായുവിൽ നിന്ന് പടച്ചു വിടുന്നതല്ല എന്നർത്ഥം. വിന്നർ എന്ന ഗണത്തിൽ നമുക്ക് ഒന്നാമതായിട്ട് പെടുത്താവുന്ന ആളാരാണ്? ലാമിൻ യമാലാണ്. ഒരു സംശയവും അക്കാര്യത്തിലുണ്ടാവില്ല. യൂറോ കപ്പിലെ മികച്ച യുവതാരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട താരം, ഏറ്റവും അധികം അസിസ്റ്റുകൾ ഈ ചെറിയ പ്രായത്തിൽ സ്വന്തമാക്കിയിട്ടുള്ള താരം, യൂറോയിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം, അങ്ങനെ നിരവധി റെക്കോർഡുകൾ അദ്ദേഹം വാരിക്കൂട്ടുകയുണ്ടായി. യമാലിൻ്റെ ഈ ഒരു പ്രകടനത്തിൽ അത്ഭുതം തോന്നുന്നുണ്ടോ? 16-കാരൻ മികച്ച പ്രകടനം, ഫൈനൽ കളിക്കുമ്പോൾ അദ്ദേഹത്തിന് 17 തികഞ്ഞിരുന്നു. അത്ഭുതം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ബാഴ്സലോണയുടെ കളി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഫോളോ ചെയ്യുന്ന ആരാധകർക്ക് വലിയ അത്ഭുതമൊന്നും ഉണ്ടാവില്ല. യമാൽ ഇതിന് കേപ്പബിൾ ആണ് എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇതൊരു ബിഗ് സ്റ്റേജ് അല്ലേ? യൂറോ കപ്പ് പോലുള്ള വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കോണ്ടിനെൻ്റൽ ടൂർണമെൻറ്റിൽ ആ 16-കാരൻ എത്രത്തോളം ശാന്തമായിട്ട് നിന്ന് തൻ്റെ മികവ് പുറത്തെടുത്തു, അതാണ് ഇമ്പോർട്ടൻ്റ്. അതിന് യമാലിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ പോസിറ്റീവാണ്. അദ്ദേഹത്തിന് ഏതു വലിയ സമ്മർദ്ദ ഘട്ടങ്ങളിലും വളരെ കൂൾ ഹെഡഡായിട്ട് നിന്നിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളത് ഇവിടെ തെളിയിക്കപ്പെടുമ്പോൾ എതിരാളികൾക്ക് അതൊരു ശുഭ സൂചനയല്ല. പക്ഷേ സ്പെയിനിന് അതൊരു വലിയ ഗ്രീൻ സിഗ്നലാണ്. വലിയ നേട്ടങ്ങളിലേക്ക് അവർക്ക് റിസ്ക് എടുത്ത് പോകാൻ കഴിയും എന്നുള്ള ഒരു സിഗ്നലാണ് അവിടെ ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ലാമിൻ യമാലാണ് ഈ യൂറോയിലെ ഏറ്റവും വലിയ വിന്നർ. ലൂസേഴ്സിൻ്റെ ഒരു ലിസ്റ്റിലേക്ക് പോകുമ്പോൾ ഒരുപാട് പേരെ നമുക്കൊരു പക്ഷെ പറയാനുണ്ടാവും. ആ കൂട്ടത്തിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്ന ഒരാൾ സംശയിക്കേണ്ട ഇംഗ്ലണ്ടിൻ്റെ കോച്ച് ഗാരത്ത് സൗത്ത്ഗേറ്റ് ആയിരിക്കും. ഫൈനലിലേക്ക് എത്തിയ ടീമിൻ്റെ കോച്ചോ ലൂസറോ? ലൂസേഴ്സിൻ്റെ ലിസ്റ്റിലോ? പക്ഷെ അങ്ങനെയാണ്. സൗത്ത്ഗേറ്റ് തീർച്ചയായിട്ടും ഒരു നൈസ് ഗൈ ആണ്, സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് വെച്ച് ടീം തുടരെ ഫൈനലുകളിലേക്ക് എത്തുന്നു. ഒരു പക്ഷേ ഇംഗ്ലീഷ് ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ഫൈനലുകളിലേക്ക് ടീമിനെ കൊണ്ടുപോയ മറ്റൊരു കോച്ചില്ല. അങ്ങനെയാണെങ്കിലും ആ ഒരു അവസാന പുഷ് ടീമിനെ കൊണ്ട് ചെയ്യിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോകുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം. ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിൻ്റെ ഒരു കൂട്ടം, അവരിൽ നിന്ന് ഏറ്റവും മികച്ചത് പുറത്തെടുപ്പിക്കുന്നതിൽ സൗത്ത്ഗേറ്റ് പരാജയമായിരുന്നില്ലേ? ഇംഗ്ലീഷ് ആരാധകരൊന്ന് സ്വയം ചിന്തിച്ച് നോക്കിയാൽ മതി. ഇങ്ങനെ ഒരു സ്ക്വാഡ് കിട്ടിയിട്ട് വളരെ വലിയ ആധിപത്യത്തോടു കൂടി ഫൈനലിലേക്ക് കുതിക്കേണ്ടിയിരുന്നില്ല. അങ്ങനെയല്ല ഫൈനലിലെത്തിയത്, എല്ലാവർക്കും അറിയാം. ഫൈനലിൽ അവർ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു. സോ ചില താരങ്ങളെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ള അഭിപ്രായമൊക്കെ പൊതുവെ ഉണ്ട്. സൗത്ത്ഗേറ്റ് ഇനി തുടരുമോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമായിട്ട് അവിടെ നിൽക്കുകയാണ്. അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് വിന്നർ ദി ഹാരി കെയ്ൻ കേഴ്സ് എന്നുള്ളത്. ഹാരി കെയ്ൻ വിന്നറായെന്നല്ല, അദ്ദേഹത്തിൻ്റെ ഹാരി കെയ്ൻ കേഴ്സ് ഉണ്ടല്ലോ, കിരീടം കിട്ടാത്ത കാര്യം, അത് വീണ്ടും ശരിയായി സംഭവിച്ചിരിക്കുകയാണ്. ഹാരി കെയ്ൻ മോഡേൺ എറയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രൈക്കറാണ്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. യൂറോ കപ്പിലും അദ്ദേഹത്തിൻ്റെ വക ഗോളുകൾ നമ്മൾ കണ്ടു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി കിരീടമില്ലാത്ത ടൂർണമെൻറ്റ് കടന്നു പോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയിൽ ആർക്കും ഒരു ക്വസ്റ്റ്യനിങ്ങും ഒന്നും ചെയ്യാനുണ്ടാവില്ല. പക്ഷേ 3 ഗോളുകൾ അദ്ദേഹം നേടി എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിന് കുറച്ചുകൂടി മികവിലേക്ക് കളിക്കാൻ കഴിയുമായിരുന്നു. അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു. അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോയിടത്താണ് ഇംഗ്ലണ്ട് ഉദ്ദേശിച്ച റിസൾട്ട് വരാതിരുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഏതായാലും ഇവിടെ ആ കേഴ്സ് വീണ്ടും വിൻ ചെയ്യുകയാണ്. ടോപ്പ് സ്കോറേഴ്സിൻ്റെ ലിസ്റ്റിലൊക്കെ നമുക്ക് ഹാരി കെയ്നെ കാണാമെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി വീണ്ടും കിരീടം അകലുന്നു. സോ ആ കേഴ്സ് ശരിയാണെന്നുള്ളൊരു തോന്നൽ ആരാധകർക്ക്. നെക്സ്റ്റ് യൂസർ പോർച്ചുഗലിൻ്റെ മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ
മാനേജർ റോബർട്ടോ മാർട്ടീനസും അതുപോലെ മറ്റ് തിങ്ക് ടാങ്കുകളും, ഒപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയും അങ്ങനെ പറയണം. തീർച്ചയായിട്ടും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ അതിനുശേഷം വരുന്നുണ്ട്. ക്രിസ്ത്യാനോ എന്ന് പറയുന്ന 39-കാരനായിട്ടുള്ള താരത്തെ അദ്ദേഹം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണെന്ന് പറയുമ്പോഴും യൂറോ കപ്പിലെ എല്ലാ മത്സരങ്ങളിലും കളിപ്പിക്കുകയും എക്സ്ട്രാ ടൈമിലടക്കം മുഴുവൻ സമയവും കളിപ്പിക്കുകയും ചെയ്തത് ശരിയായിട്ടുള്ള നടപടിയായിരുന്നുവോ? ഗോൺസാലോ റാമോസിനെ പോലുള്ള താരങ്ങൾക്ക് അവസരം കൊടുക്കാതെ ഇങ്ങനെ CR7 വെച്ച് മാത്രം മുന്നോട്ട് പോകാൻ ശ്രമിച്ചത് റോബർട്ടോ മാർട്ടിനസിന്റെ പിടിപ്പുകേടല്ലേ? പോർച്ചുഗലിന്റെ പരാജയത്തിന് അതൊരു കാരണമായില്ലേ എന്ന ചർച്ച പോർച്ചുഗലിൽ തന്നെ നടക്കുന്നുണ്ട്. എബോലയും അതുപോലെയുള്ള റെക്കോർഡും അതുപോലെയുള്ള മാധ്യമങ്ങൾ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടുകൾ, ഓജോകളൊക്കെ ഇങ്ങനെ അനാലിസിസുകളൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, കോച്ച് ടീമിനകത്തൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വളരെയധികം ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ക്രിസ്ത്യാനോയെ ബെഞ്ചിലിരുത്തിയപ്പോൾ ഒക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അത് ടീമിനകത്ത് നിന്ന് പ്രശ്നം ഉണ്ടാവുമെന്നോ എന്ന തരത്തിലുമല്ല. മീഡിയ ഫോക്കസ് കൂടുതലായിട്ട് വരികയും അത് നെഗറ്റീവായിട്ടുള്ള രൂപത്തിലേക്കുള്ള ചർച്ചകൾ കൊണ്ടുപോവുകയും ടീമിലെ അന്തരീക്ഷത്തെ അത് ബാധിക്കുമോ എന്നുള്ള ഭയമൊക്കെ റോബർട്ടോ മാർട്ടിനസിന് ഉണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടുകൂടിയായിരിക്കണം ഇങ്ങനെ അദ്ദേഹം ക്രിസ്ത്യാനോയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. പോർച്ചുഗൽ പുറത്തായ കളിയിലൊക്കെ ക്രിസ്ത്യാനോയെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് മറ്റു താരങ്ങൾ പന്ത് തട്ടുന്നു എന്നൊരു ഫീല് പോലും ഉണ്ടായിരുന്നു. സോ പോർച്ചുഗൽ, ക്രിസ്ത്യാനോ റൊണാൾഡോ, റോബർട്ടോ മാർട്ടിനസ് ഇവരെല്ലാവരും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ അത് ലൂസേഴ്സ് ആയിരുന്നു. പോർച്ചുഗൽസ് കോ-മാനേജേഴ്സ് എന്ന ഒരു തരത്തിൽ നമുക്കതിനെ കാണാം. ദെൻ വിന്നർ തീർച്ചയായിട്ടും ലൂയിസ് ഡി ലാ ഫ്യൂൻ്റെ, സ്പെയിനിൻ്റെ കോച്ച്. അദ്ദേഹത്തെ നമ്മൾ എന്തായാലും കൈയടിക്കണം. സ്പെയിന് ഇതിനു മുമ്പുള്ള പരിശീലകരുടെ കീഴിലും ബോള് നന്നായിട്ട് കൈവശം വെച്ച് പാസ് കൊടുത്ത് കളിക്കും. ഗോളുകൾ മാത്രം വരില്ല. എന്നാൽ ഇത്തവണ ഗോളുകൾ കൂടി വന്നു. ഇഷ്ടം പോലെ ഗോളുകൾ. അതാണല്ലോ നമ്മൾ കണ്ടത്. 15 ഗോളുകളുമായിട്ട് റെക്കോർഡ് അങ്ങിട്ടു. 7 കളികളും അദ്ദേഹത്തിൻ്റെ ടീം വിജയിച്ചു, അതും യൂറോയിലെ റെക്കോർഡ്. സോ തീർച്ചയായിട്ടും ഈ ടീമിനെ ഈ രൂപത്തിലേക്ക് അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് കളിപ്പിക്കുന്ന രൂപത്തിലേക്ക് മാറ്റി എന്നുള്ളതിന് ലൂയിസ് ഡി ലാ ഫ്യൂൻ്റെക്ക് കൈയടിക്കണം. അദ്ദേഹം ഒരു വിന്നറാണ് ഈ യൂറോയിലെ എന്ന കാര്യത്തിൽ തർക്കമില്ല. ദെൻ പ്രതീക്ഷിച്ചിട്ട് മങ്ങിപ്പോയ ഒരാൾ ആ ലിസ്റ്റിൽ കിലിയൻ എംബാപ്പെ തലപ്പത്തുണ്ടാകും. എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ പറഞ്ഞു കളി കഴിഞ്ഞിട്ട് ഒരു ഫെയിലിയർ ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യൂറോ കപ്പ് എന്ന്. യൂറോയിൽ ആകെ 1 ഗോൾ അദ്ദേഹം അടിച്ചത്, അത് പെനാൽറ്റിയിലൂടെ അടിച്ച ഗോളാണ്. വേൾഡ് കപ്പിൽ ഒരുപാട് ഗോളുകൾ അടിച്ച താരം യൂറോ കപ്പിൽ ആകെ 2 യൂറോ കളിച്ചിട്ട് 1 ഗോളാണ്. മാത്രമല്ല ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഫ്രാൻസ് തന്നെ വല്ലാതെ ഗോളടിക്കാൻ ബുദ്ധിമുട്ടിയ ഒരു ടൂർണമെൻ്റാണ് കടന്നുപോയിരിക്കുന്നത്. തിരിയ ദശം അവിടെ തന്നെ തുടരും. 2026 വേൾഡ് കപ്പിന് ടീമിനെ ഒരുക്കുന്നതൊക്കെ അദ്ദേഹമായിരിക്കും. അപ്പം എംബാപ്പയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ ഈ യൂറോ കപ്പിൽ എംബാപ്പെ ഒരു പരാജയമായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മൂക്കിനേറ്റിട്ടുള്ള പരിക്ക് അത് ത്രൂ ഔട്ട് ദി ടൂർണമെൻറ്റ് അദ്ദേഹത്തെ അലട്ടിയിട്ടുണ്ട്, വലച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടുകൂടി ആയിരിക്കണം അദ്ദേഹം നിറം മങ്ങിപ്പോയത്. അല്ലാത്ത പക്ഷം മറ്റ് കാരണങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം മികച്ച പ്രകടനം ക്ലബ് ഫുട്ബോളിൽ കാഴ്ചവെച്ചിട്ടാണ് അദ്ദേഹം ഈ യൂറോ കപ്പിന് എത്തിയിരുന്നത്. എന്തായാലും എംബാപ്പയെ നമുക്ക് ലൂസേഴ്സ് ലിസ്റ്റിൽ പെടുത്തേണ്ടി വരും. ദെൻ മറ്റൊരു സുപ്രധാന വിന്നർ റാൾഫ് റാഗ്നിക്കാണ്. എന്നൊരു പ്രകടനമാണ് ഓസ്ട്രിയ നടത്തിയിട്ടുള്ളത്. റാൾഫ് റാഗ്നിക്കിന് കൈയടിച്ചേ പറ്റൂ. അദ്ദേഹം അത് ഡിസർവ് ചെയ്യുന്നുണ്ട്. ഉള്ള താരങ്ങളെ വെച്ച് മികച്ച രൂപത്തിൽ അദ്ദേഹം ടീമിനെ ഒരുക്കി ഇറക്കുകയും ടീമിനെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓസ്ട്രിയ വളരെ മികച്ച പോരാട്ട വീര്യം നടത്തുകയും ചെയ്തു. സോ റാൾഫ് റാഗ്നിക്ക്, മുൻ യുണൈറ്റഡ് കോച്ചായിരുന്ന ജർമ്മൻ പരിശീലകൻ റാൾഫ് റാഗ്നിക്ക് എല്ലാ വിധത്തിലുള്ള കയ്യടിയും അറിയിക്കുന്നു. ഇടക്കാലത്ത് അദ്ദേഹത്തെ ബയൺ മ്യൂണിക്ക് സമീപിച്ചിരുന്നു അവരുടെ കോച്ചാവാൻ വേണ്ടി. പക്ഷെ അദ്ദേഹം അത് റിജക്റ്റ് ചെയ്യുകയായിരുന്നു. അത് റിജക്റ്റ് ചെയ്തിട്ടാണ് ഓസ്ട്രിയയുടെ കോച്ചായിട്ട് തുടർന്നത്. എന്തായാലും അത് വെറുതെ ആയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇറ്റാലിയൻ ഫുട്ബോൾ ലൂസേഴ്സ് എന്ന തരത്തിൽ നമ്മൾ പറയേണ്ട ഒരു വിഭാഗം, ഇറ്റാലിയൻ ഫുട്ബോൾ മൊത്തത്തിൽ മോശമല്ലാത്ത രൂപത്തിൽ യൂറോപ്യൻ കോമ്പറ്റീഷനുകളിൽ സിരിയ ടീമുകളൊക്കെ ഇപ്പോൾ കളിക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന ഒരു സമീപകാലം.
നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ഇറ്റലി മികച്ച പ്രകടനം ഈ ഒരു ടൈറ്റിൽ ഡിഫൻസിൽ നടത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ ഡിഫൻസാണ് അവരുടെ ഭാഗത്ത് നിന്ന് വന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ അസൂറികൾക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടുമുണ്ട്. കഴിഞ്ഞ 2 വേൾഡ് കപ്പുകൾക്ക് അവർക്ക് ക്വാളിഫിക്കേഷൻ പോലും ലഭിച്ചിരുന്നില്ല എന്നുള്ളത് കൂടി നോക്കുമ്പോൾ അവരുടെ ഫുട്ബോൾ ഭാവി എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. അതുപോലെ തന്നെ ലൂസേഴ്സിൻ്റെ കൂട്ടത്തിൽപ്പെടുത്തണം ബെൽജിയത്തിൻ്റെ ഗോൾഡൻ ജനറേഷൻ. വലിയ കുട്ടിഘോഷിച്ച ഗോൾഡൻ ജനറേഷൻ ജർമ്മൻ മണ്ണിൽ വീണ്ടും പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതുവരെ ഒരു കിരീടത്തിലേക്ക് പോലും അവർക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഗോൾഡൻ ജനറേഷനോ അതെന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് കളി കഴിഞ്ഞിട്ട് KDB തട്ടിക്കയറുന്നിടത്ത് വരെ ആ ഫ്രസ്ട്രേഷൻ എത്തിയിരുന്നു എന്നതും ഓർക്കുക. സോ ഒരു പരാജയമായിരുന്നു ബെൽജിയത്തിൻ്റെ ഗോൾഡൻ ജനറേഷൻ. വിന്നർ ടോണി ക്രൂസ്. യെസ്, അദ്ദേഹം മടങ്ങി വന്ന് അവസാന ടൂർണമെൻറ്റും കളിച്ച് ബൂട്ടഴിച്ചു. ഈ ടൂർണമെൻറ്റിലും ജർമ്മനിയുടെ മധ്യനിരയിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ താരം ടോണി ക്രൂസ് ആയിരുന്നു. അദ്ദേഹം കൊടുക്കുന്ന നിർലോഭമായിട്ടുള്ള പാസുകളും അതുപോലെ മികച്ച രൂപത്തിൽ കളി മെനയുന്നതുമൊക്കെ ജർമ്മനിക്കൊരു കരുത്തായിരുന്നു. സോ വിന്നേഴ്സിൻ്റെ ലിസ്റ്റിൽ തന്നെ നമ്മൾ ടോണി ക്രൂസിനെ പെടുത്തണം. അദ്ദേഹം ആ ഒരു മികച്ച പ്രകടനത്തോടുകൂടി തൻ്റെ കരിയർ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ലൂക്ക മോഡ്രിച്ച് പക്ഷേ അദ്ദേഹത്തിൻ്റെ റയലിലെ സഹതാരം ഇവിടെ മങ്ങിപ്പോയൊരു കാഴ്ച. ക്രൊയേഷ്യക്ക് വേണ്ട വിധത്തിലുള്ളൊരു പ്രകടനം അതുകൊണ്ട് തന്നെ നടത്താൻ കഴിയാതെ പോവുകയും ചെയ്തു. അദ്ദേഹത്തെ ഒരു പക്ഷേ ലൂസർ എന്ന രൂപത്തിൽ ലൂസേഴ്സിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടി വരും. അതുപോലെ നമ്മളെ ഞെട്ടിച്ച മികച്ച പ്രകടനം നടത്തിയ ഒരു ടീം ജോർജിയയാണ്. ജോർജിയയുടെ പ്രകടനം വളരെ മികച്ചതായിരുന്നു. പോർച്ചുഗലിനൊക്കെ അവർ ഞെട്ടിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിരുന്നു. സോ കിച്ച കഴസ്കേലിയയുടെ ടീം നല്ല രൂപത്തിലുള്ള പെർഫോമൻസ് നടത്തി. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം ജോർജസ് മിക്കൗത്തദസയാണ്. അദ്ദേഹം യൂറോയിലെ ഗോൾഡൻ ബൂട്ട് വിന്നേഴ്സിൽ ഒരാളായിട്ട് മാറുകയും ചെയ്തു, ഷെയർ ചെയ്യപ്പെടുകയായിരുന്നല്ലോ. അപ്പം അതും നമ്മൾ എടുത്തു പറയണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കടന്നുപോയ ഒരു യൂറോയാണിത്. എന്തായാലും ലാമിൻ യമാലും നിക്കോ വില്യംസും ഒക്കെ മിന്നും പ്രകടനം നടത്തി സ്പെയിൻ അർഹിച്ച കിരീടം തന്നെയാണ് സ്വന്തമാക്കിയതെന്ന കാര്യത്തിൽ തർക്കമില്ല. യൂറോ കപ്പിനെ കുറിച്ച് നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായിട്ടുള്ള ഫുട്ബോൾ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് എടുത്താം.